ധാരികനെ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി കൈലാസത്തിൽ ശിവനെ തപസ്സു ചെയ്തു. പ്രസാദിച്ച ശിവൻ തന്റെ വേർപ്പ് തുള്ളികൾ വസൂരി വിത്തുകളായി മനോദരിക്ക് നൽകി. വിജയഭേരി മുഴക്കി മടങ്ങുന്ന ഭദ്രകാളിയെ കണ്ടപ്പോൾ മനോദരിക്ക് കോപം ഇരട്ടിച്ചു. കയ്യിലുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികൾ അവൾ ഭഗവതിയുടെ മേൽ തളിച്ചു. ദേവിയുടെ ശരീരമാകെ വസൂരി പടരുകയും ഭഗവതി ക്ഷീണതയാവുകയും ചെയ്തു. ഇതറിഞ്ഞ ശിവൻ തന്റെ കണ്ടത്തിൽ നിന്നും കണ്ഠകർണനെ സൃഷ്ടിച്ചു. ദേവിയുടെ അരികിലേക്ക് അയച്ചു. കണ്ഠകർണൻ ഭദ്രകാളിയുടെ പാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരിക്കുരുക്കൾ നക്കി തുടിച്ച് ഇല്ലാതാക്കി. എന്നാൽ മുഖത്തെ വസൂരി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി തടഞ്ഞു. സഹോദരസ്ഥാനീയനായ കണ്ഠകർണൻ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല എന്നായിരുന്നു കാരണം. അതുകൊണ്ടാണ് ഭദ്രകാളിയുടെ മുഖത്ത് ഇന്നും വസൂരി കലകൾ കാണപ്പെടുന്നത്. പിന്നീട് തെറ്റേറ്റു പറഞ്ഞ മനോദരിക്ക് ഭഗവതി വസൂരിമാല എന്ന പേര് നൽകി കൂടെ വാഴിച്ചു. ഇന്നും പകർച്ചവ്യാധികൾ മാറ്റാൻ ഭഗവതി കണ്ഠകർണനെയും വസൂരിമാലയെയും അയക്കുമെന്നാണ് വിശ്വാസം. ഇതേപോലുള്ള പുരാണ കഥകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.